ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും ഞാനൊരു ബക്കറ്റ് മേക്കിംഗ് വീഡിയോ ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. പക്ഷേ എല്ലാവരും ഞാൻ ഫസ്റ്റ് വീഡിയോ ഇട്ടപ്പോൾ കുറേ ബൊക്കറ്റ്സ് ഉണ്ടാക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. മണി ബൊക്കറ്റ്സ്, ഹിജാബ് ബൊക്കറ്റ്സ്, ലായാട്ടോ ഹിജാബ് ബൊക്കറ്റ്സ്, പിന്നെ അതുപോലെ ബൊക്കറ്റ് വിത്ത് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സ്റ്റഫ്, അങ്ങനെ കുറേ മെസ്സേജസ് കമൻറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ഇന്ന് ചെയ്യാൻ പോണത് മണി ബൊക്കറ്റാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 20 റുപ്പീസിൻ്റെ നോട്ട്സ് വെച്ചിട്ടാണ് ഞാനിവിടെ ബൊക്കറ്റ് ഉണ്ടാക്കി കാണിക്കുന്നത്. ഈ മണി ബൊക്കറ്റ് ഉണ്ടാക്കുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് പുതിയ നോട്ടാണെങ്കിൽ ആ ഒരു ബൊക്കറ്റിൻ്റെ ഭംഗി നല്ലപോലെ കൂടും. അപ്പോൾ ഇനി വീഡിയോക്ക് പോകാമല്ലേ. പിന്നെ ഇതിൻ്റെ മുമ്പ് ഉള്ള ബൊക്കറ്റ് വീഡിയോ കണ്ടാലാണ് കറക്റ്റ് ബൊക്കറ്റിൻ്റെ ബേസൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാവുക. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പോയി കാണാം കേട്ടോ. ചെറിയൊരു കോൾഡ് കാരണമാണ് സൗണ്ട് ഇങ്ങനെ, അപ്പോൾ അതൊന്ന് ഇഗ്നോർ ചെയ്യാം. അപ്പോൾ ഈ ഒരു മണി ബൊക്കറ്റിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു നോട്ടിൻ്റെ ഫോൾഡിങ് മാത്രമാണ്. ബാക്കിയൊക്കെ സെയിം ആണ്. ഷീറ്റ് ഫോൾഡിങ്ങും കാര്യങ്ങളൊക്കെ സെയിം ആയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതിൻ്റെ മുമ്പത്തെ വീഡിയോ കാണാത്തവരും അതൊന്ന് പോയിട്ട് കണ്ടുവരും. അപ്പോൾ ഞാൻ ഇനി നോട്ടിൻ്റെ ബാക്കി പരിപാടീസും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാം. അപ്പോൾ എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയതാണ്. കാണുന്ന പോലെ ഭയങ്കര ഹെവി ആയിട്ടുള്ള സംഭവം ഒന്നല്ല. ഇത് 3 ആവശ്യമുള്ളത്. മറ്റു വീഡിയോയിലൊക്കെ കാണിച്ച പോലെ തന്നെ ഇത് ബാംബൂ സ്റ്റിക്കാണ്. പിന്നെ ഇതാ ഇൻസുലേഷൻ്റെ ഒരു മെഷീനും ഹോൾഡറും പിന്നെ ഇൻസുലേഷൻ ടാപ്പുമാണ്. പിന്നെ നമ്മുടെ നോട്ട്സാണ് ഇവിടെ ഉള്ളത്. ഞാൻ 20 റുപ്പീസിൻ്റെ നോട്ട്സ് വെച്ചിട്ടാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെയ്യുന്നത്. ഇനി അത് പിന്നെ ഫോൾഡിങ് ഒന്ന് കാണാം. അപ്പോൾ ഇതാ ഞാനത് ഫോൾഡ് ചെയ്യാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഇതാ ഈ നോട്ടിൻ്റെ ബാക്ക് ഭാഗം ഉണ്ടല്ലോ, അതിൻ്റെ സെൻട്രലായിട്ട് ഇത് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതാ ഈ 2 സൈഡും ഈ നോട്ടിൻ്റെ 2 സൈഡും ഈ ഒരു ബാംബൂ സ്റ്റിക്കിൻ്റെ ഇവിടെ ടച്ച് ചെയ്യണ പോലെയാണ് ഫോൾഡ് ചെയ്തെടുക്കുന്നത്. പല മെത്തേഡിലും ഫോൾഡ് ചെയ്യാം. അപ്പം ഞാൻ ഇപ്പോൾ ഒരു മെത്തേഡാണ് കാണിക്കുന്നത്. എന്നിട്ട് ജസ്റ്റ് ഇതിങ്ങനെ ഫോൾഡ് ചെയ്താൽ ഇതിൻ്റെ ഈ സൈഡ് ഇങ്ങനെ ഇരിക്കും കേട്ടോ. ഓക്കെ, ഇനി ഈ ഒരു ബാംബൂ സ്റ്റിക്ക് ഉണ്ടല്ലോ, ഈ ബാംബൂ സ്റ്റിക്ക് കുറച്ചിങ്ങനെ ബാക്കിലോട്ട് വലിക്കുമ്പോൾ അത് കറക്റ്റ് ഇവിടെ ഫോൾഡ് ആവും. എന്നിട്ട് നമ്മൾ ഇവിടെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ടാപ്പ് ചെയ്യാണ് ചെയ്യുക കേട്ടോ. മനസ്സിലായെന്ന് കരുതുന്നു. ഞാൻ ഒന്നും കൂടി കാണിക്കാം. അപ്പോൾ ഇത് ഞാനിവിടെ ടാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി വേറൊരെണ്ണം കാണിച്ചു തരാം. ഇതിപ്പോൾ നമുക്ക് സ്റ്റിക്ക് വെക്കാതെ ഈ 2 എൻഡ് ഇങ്ങനെ പിടിച്ചിട്ട് ഇവിടെ സെൻട്രലായിട്ട് കൊണ്ടുവന്ന് വെക്കുക. പല ടൈപ്പിൽ ഇത് ഫോൾഡ് ചെയ്യാൻ ഞാൻ ഒരു ടൈപ്പാണ് കാണിക്കണത്. ഇവിടെ സെൻട്രലായിട്ട് കൊണ്ടുവന്ന് വെച്ചിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്യാം. ഇപ്പോഴും നമുക്ക് ആ ഒരു ഷേപ്പിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ ഒരു അടിഭാഗത്തൂടെ ഈ ഒരു സ്റ്റിക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തതിൻ്റെ ശേഷം ഇവിടെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ പൈസ വെച്ചിട്ടാണ് ചെയ്യണത്. അപ്പോൾ ഇത് യൂസ് ചെയ്യണമല്ലോ, മീൻസ് ഇത് കിട്ടണവർക്ക് ഈ പൈസ ഉപയോഗപ്പെടണം. അപ്പോൾ കീറാത്ത വിധം സേഫായിട്ട് ടാപ്പ് ചെയ്യണം. ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതപ്പോൾ ഇവിടെ 2 എണ്ണം ഇവിടെ റെഡി ആയിട്ടുണ്ട്. 2 എണ്ണം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ബാക്കിയും കൂടി ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയും ഞാനിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് റൗണ്ട് ആക്കി എടുക്കലാണ്. 2 എണ്ണം എടുത്തിട്ട് ഇങ്ങനെ ഒന്നൊന്നിനോട് ഓപ്പോസിറ്റായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഒരു ബട്ടർഫ്ലൈ ഷേപ്പിലായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അത് ജസ്റ്റ് ഒന്ന് ഒരു ടാപ്പിൻ്റെ പീസ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇവിടെ ഇങ്ങനെ ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഈ 2 സൈഡിലായിട്ട് ഇവിടെയും ആയിട്ട് വേറെ 2 എണ്ണം ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇവിടെയും പിന്നെ അതുപോലെ ഈ ഒരു ഓപ്പോസിറ്റ് സൈഡിലും ആയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഫ്ലവർ ഷേപ്പിലൊക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് ഏത് ഷേപ്പിലും ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് റെഫറൻസ് നോക്കിയിട്ട്, ഇപ്പോൾ നിങ്ങളെ കസ്റ്റമർ തരുന്നത് ഏത് ഷേപ്പിലാണോ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഏത് ഷേപ്പിലും ചെയ്യാം. ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് എങ്ങനെയെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലതാ. 2 എണ്ണം ഞാനിങ്ങനെ ഓപ്പോസിറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് ഒരെണ്ണവും ഈ ഒരു സൈഡിലായിട്ട് ഒരെണ്ണവും വെച്ചിട്ട് ഇത് 4 കൂടി ഞാൻ ഒന്നും കൂടി ഒന്ന് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ടാപ്പ്, ചെറിയൊരു പീസ് ടാപ്പ് ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ എനിക്ക് ഇൻസ്റ്റാ ത്രൂ പേഴ്സണലി മെസ്സേജ് അയച്ചാൽ മതി, ക്ലിയർ ചെയ്ത് തരാം കേട്ടോ. പിന്നെ ഇതിൻ്റെ ഈ ഇങ്ങനത്തെ ഭാഗം ഉണ്ടാവുമല്ലോ, 2 എണ്ണം കൂടുന്ന ഭാഗത്ത് ഒരെണ്ണം, അങ്ങനെ ആയിട്ടാണ് വെച്ച് കൊടുക്കുന്നത്.
അതിൻ്റെ ഇടയിലൊരു കോള് വന്നുകൊണ്ട് ജസ്റ്റ് ഒന്ന് കട്ടായതാണ്. അപ്പോൾ അത് 4 നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഓരോന്നിൻ്റെ ഇടയിൽ ഗ്യാപ്പിലായിട്ട് ഇങ്ങനെ 2 വരുന്ന ഈ ഗ്യാപ്പിലായിട്ട് വേറെ ഓരോന്നും ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സിമ്പിളാണ്. നിങ്ങൾക്ക് ഇങ്ങനെ റൗണ്ട് ഷേപ്പില്ല വേറെ എന്തെങ്കിലും ഹാർട്ടിലോ അങ്ങനെയൊക്കെ വേണ്ടിച്ചാൽ അതുപോലെ എല്ലാം ഇങ്ങനെ അറേഞ്ച് ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ ഈ 2 ഫുള്ളായിട്ട് ഇങ്ങനെ ഗ്യാപ്പിലായിട്ട് ഇങ്ങനെ എല്ലാതും ഇങ്ങനെ വെച്ചിട്ട് റൗണ്ടാക്കി എടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഷേപ്പിൽ എന്തെങ്കിലും മാറ്റണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ചിട്ട് ചേഞ്ച് ആക്കാം. അപ്പോൾ ഇതാ ഇങ്ങനെ ആക്കി എടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. സിമ്പിളാണിത് ചെയ്യാൻ. കസ്റ്റമർ എത്ര രൂപേൻ്റെ നോട്ടാണോ വെക്കാൻ പറഞ്ഞത്, പിന്നെ അതുപോലെ ടോട്ടൽ എത്ര എമൗണ്ടിൻ്റെ നോട്ടാണോ വെക്കാൻ പറഞ്ഞത് അതിനനുസരിച്ചിട്ടൊരു ഡിസൈന് ഒരു റെഫറൻസ് ഒന്നും തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു ഡിസൈൻ ഉണ്ടാക്കുക. എന്നിട്ട് ഇതാ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇതാ ഇവിടെ കുറച്ച് കുറവുള്ള പോലെ, ഈ ഒരു ഭാഗത്ത് കുറച്ച് കുറവുള്ള പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഒരെണ്ണം ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇവിടെ ഒരെണ്ണം ആവശ്യമുണ്ട്. അപ്പോൾ ഞാനിതാ ആ ഒരെണ്ണം ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഇങ്ങനെ ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ടാപ്പ് ചുറ്റി ഫിക്സ് ചെയ്തെടുക്കണം. ഓക്കെ, ഇപ്പോൾ ഇതാ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുമ്പോൾ ഫ്ലവർ കൊടുക്കുന്നത് ഞാൻ കുറച്ച് ഫ്ലവർ മാത്രമേ ഉള്ളൂ ഇതുമ്പോൾ കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ ഷീറ്റ് കട്ട് ചെയ്തെടുക്കുകയാണ് അടുത്ത പരിപാടി. ഇത് ഇപ്പോൾ ഇത്ര ഒന്നല്ല കേട്ടോ, നമുക്ക് കുറേ ചെയ്യാം. അയ്യോ എൻ്റെ ടാപ്പ് പോകുന്നു. ഞാൻ ഒന്നുകൂടി ടാപ്പ് ചെയ്ത് സെക്യൂർ ആക്കട്ടെ. ഓക്കെ, ഇനി ഷീറ്റ് കട്ട് ചെയ്യാണ് നെക്സ്റ്റ് പരിപാടി. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത്രയൊന്നും അല്ല, നമുക്ക് എത്രയും ചെയ്യാം. കംപ്ലീറ്റ്ലി നമ്മളെ പ്രിഫറൻസ് ആണ്. എത്ര എണ്ണം ചെയ്യണം, എങ്ങനെ ചെയ്യണം, ഏത് ഡിസൈൻ ചെയ്യണം എന്നൊക്കെ നമ്മുടെ പ്രിഫറൻസ് ആണ് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ഇതിന് വേണ്ടിയിട്ടുള്ള ഷീറ്റ് എടുക്കട്ടെ. ഞാനിതാ ബ്ലാക്ക് ഷീറ്റാണ് എടുക്കുന്നത്. അപ്പോൾ ഷീറ്റിൻ്റെ കട്ടിങ്ങും കാര്യങ്ങളും ഒന്നുകൂടി ഞാൻ കാണിക്കുകയാണ്. ഇതിപ്പോൾ ഒരു ഷീറ്റിൻ്റെ ഹാഫാണ്, അതിനെ വീണ്ടും ഹാഫ് ആക്കുന്നുണ്ട്. വീണ്ടും ഹാഫ് ആക്കിയതിന് ശേഷം സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. 2 സൈഡും ഇങ്ങനെ ഒപ്പം ആക്കിയതിൻ്റെ ശേഷം സെൻറ്റർ ഭാഗം ഇതാ ഞാനൊന്നിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കട്ട് ചെയ്ത് കൊടുത്തതിൻ്റെ ശേഷം ഈ പേപ്പറിൻ്റെ ഫോൾഡിംഗ് ഒക്കെ സെയിം ആണ്. പേപ്പറിൻ്റെ ഫോൾഡിംഗ് ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് അറിയണമെങ്കിൽ ഇതിൻ്റെ മുമ്പത്തെ ബക്കറ്റ് വീഡിയോ കണ്ടാൽ മതി. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഈ കാണിക്കുന്ന പോലെ തന്നെയാണ് പേപ്പർ ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കേണ്ടത്. ഇങ്ങനത്തെ ഒരു 2 പീസായില്ല, ഇങ്ങനത്തെ ഒരു 10 പീസ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഇതാ എല്ലാം അവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു പീസ് വെച്ചിട്ട് നമുക്ക് 4 എണ്ണം ഉണ്ടാക്കാം. എങ്ങനെയെന്ന് പറഞ്ഞാൽ ഒരു പീസിനെ നേരെ പകുതിയായിട്ട് മടക്കുക, എന്നിട്ട് അടുത്ത ഒരു ഭാഗം എടുത്തിട്ട് ഒന്നും കൂടി ഫോൾഡ് ചെയ്തിട്ട് ആണ് ഇങ്ങനെ റോൾ ചെയ്ത് ഞാൻ കാണിച്ചെന്നാണ് നേരെ ഡീറ്റെയിൽഡ് ആയിട്ട്. മനസ്സിലാവാത്തതുണ്ടെങ്കിൽ ഇതിൻ്റെ മുമ്പത്തെ വീഡിയോ കണ്ട ഫോൾഡിങ് കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പോൾ ഇനി ഇതിൽ ഇപ്പോൾ ഇന്ത്യയിൽ 11 എണ്ണം ഉണ്ട്. ഇത് നമ്മൾ നോർമലി മറ്റേ ബൊക്കിൽ വെക്കുമ്പോൾ ഈ ഭാഗം ഫ്രണ്ടിലായിട്ടാണ് വെക്കല്. ഇത് ഈ ഭാഗം പുറത്തേക്കായിട്ടാണ് നമ്മൾ വെക്കേണ്ടത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നത്. ഇങ്ങനെയാണ് നമ്മളിത് ഫോൾഡ് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇതിൻ്റെ ഫോൾഡിങ് ഒരു മാറ്റമുണ്ട്. നമുക്ക് ഔട്ട്പുട്ട് കിട്ടേണ്ടത് ഇങ്ങനെയാണ്. ഞാൻ ഒന്നുകൂടി കാണിക്കാതെ ഇങ്ങനെ ഇരിക്കുന്ന ബൊക്കയിൽ നമ്മൾ ഈ ഫോൾഡ് ചെയ്ത ഈ ഒരു ഷീറ്റ് നേരെ തിരിച്ച് ഈ ഫോൾഡിങ് പുറത്തേക്ക് എന്നുള്ള രീതിയിലാണ് ഇത് ചെയ്തെടുക്കേണ്ടത്. എന്നിട്ട് ഇതിങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കുക. ഈ ഫോൾഡിങ് ഒക്കെ വരുമ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ഈ നോട്ട്സിൻ്റെ മുകളിലായിട്ട് ഈ ഫോൾഡിങ് കിട്ടണം. അതിനനുസരിച്ച് ഇങ്ങനെ സെറ്റ് ചെയ്ത് ഇവിടെ ടൈറ്റ് ചെയ്ത് പിടിക്കുക. ഓക്കെ, 2-3 ഷീറ്റ് വെക്കുമ്പോൾ മനസ്സിലാവും. ഈ ഒരു ഷീറ്റ് എടുത്തിട്ട് ഈ ഷീറ്റിൻ്റെ ഇങ്ങനെയുള്ള ഭാഗം ഇവിടെ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ വെച്ച് നോട്ടിനേക്കാൾ കുറച്ച് ഹൈറ്റിൽ എല്ലാ ഷീറ്റും ഒരുപോലെയാണ് ഇത് പൊക്കി കൊടുക്കേണ്ടത്. മറ്റേതിൻ്റെ പോലെ ഫസ്റ്റത്തെ ഷീറ്റ് മേലെ അതിൻ്റെ ഷീറ്റ് താഴെയായിട്ടല്ല, ഫസ്റ്റ് വെക്കുന്ന 4 ഷീറ്റ് ഒരേ റോളായിട്ട് ഇങ്ങനെ വെച്ചിട്ട് അടി ഇങ്ങനെ ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കുകയാണ് ഇപ്പോൾ വേണ്ടത്. ഇപ്പോൾ എവിടെയും ടാപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല.
അതുപോലെ ഇതാ മൂന്നാമത്തെ ഷീറ്റും ഞാൻ വെക്കാൻ പോവുകയാണ്. നമ്മൾ നോട്ട് എന്തെങ്കിലും അടിയിൽ കഴിക്കണമെങ്കിൽ അതൊക്കെ മുകളിലേക്ക് നേരെ പിടിച്ചതിൻ്റെ ശേഷം ഭയങ്കര സിമ്പിളായിട്ട് ഈ ജസ്റ്റ് ഇങ്ങനെ കാണുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം. ഇങ്ങനെ ഇനി നമ്മളിതാ നാലാമത്തെ ഷീറ്റും കൂടി അതുപോലെ ഇതാ വെച്ച് കൊടുക്കാൻ പോവുകയാണ്. ഇപ്പം തന്നെ ഈ നോട്ട്സ് ഈ ഷീറ്റ്സ് ഈ നോട്ട്സിനെ കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഈ 4 ഷീറ്റും കൂടി ഒരുമിച്ച് ഒന്ന് ടാപ്പ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇതാ ഇവിടെ നിന്ന് തൊട്ടിട്ട് ഇതാ ഇതുവരെ ഇങ്ങനെ ടാപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ നോട്ട്സ് ഇവിടെ കറക്റ്റായിട്ട് നിന്നു. ഇനി നമ്മൾ ഈ ഗ്യാപ്പിൽ ഈ ഒരു ഷീറ്റിൻ്റെയും മറ്റേ ഷീറ്റിൻ്റെയും ഗ്യാപ്പിലായിട്ട് മറ്റേ ഷീറ്റുകൾ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മൾ നേരത്തെ വെച്ച 2 ഷീറ്റിൻ്റെ ഗ്യാപ്പിലായിട്ടാണ് അടുത്ത ഷീറ്റ് കൊടുക്കുന്നത്. ഇങ്ങനെ ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പം നല്ല ഫില്ലിംഗ് ആയിട്ട് നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് കിട്ടും. ഈ 2 ഷീറ്റിൻ്റെയൊക്കെ ഗ്യാപ്പ് കണ്ടോ? ഇവിടെ ആയിട്ട് ഇതാ ഈ ഷീറ്റ് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുക കേട്ടോ. ശരിക്കും ഇതിന് 8 ഷീറ്റിൻ്റെ ആവശ്യമുള്ളൂ ഇപ്പോൾ വന്നത്. ഞാൻ ഇവിടെ 10 ഷീറ്റ് എടുത്തിട്ടുണ്ട്. 8 ഷീറ്റിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ ഇതിന് വന്നത്. ഇതാ നമുക്ക് ബൊക്കെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് അവിടെ റെഡി ആയിക്കൊട്ടപ്പനായിരിക്കേണ്ടത്. ഇനി ഫ്ലവർ വെക്കണം എന്നുണ്ടെങ്കിൽ ജിപ്സം ഫ്ലവേഴ്സൊക്കെ അവിടെ ഇവിടെ ആയിട്ട് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇതിൻ്റെ ഇനിയിപ്പോൾ ഫ്ലവറൊക്കെ വെക്കണമെന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ്. ഇനി വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിലുള്ള ഗോൾഡൻ ലീഫ് വെച്ച് കൊടുക്കാം. ഒരു ഗോൾഡൻ ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഗോൾഡൻ ലീഫ് വേണമെങ്കിൽ അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇത്ര മാത്രമേ ഉള്ളൂ ഈ ബൊക്കെ. ഇനി ഈ ബൊക്കേൻ്റെ ഈ ഒരു ഭാഗമുണ്ടല്ലോ, നമ്മൾ ഈ ഒരു പോർഷൻ സ്റ്റെമ്മായിട്ടുള്ള പോർഷൻ ഉണ്ടല്ലോ, ആ സ്റ്റെമ്മായിട്ടുള്ള പോർഷൻ എങ്ങനെയാണ് കവർ ചെയ്യാമെന്നാണ് കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇതാ ഇങ്ങനത്തെ ഒരു പീസ് എടുക്കുക. ഒരു നമ്മൾ നോർമലി ബൊക്കയ്ക്ക് യൂസ് ചെയ്ത ഷീറ്റിൻ്റെ എടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ ഇതൊപ്പം ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. ഞാനത് വെറുതെ മുറിച്ച് കാണിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അതൊക്കെ നേരെ കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ശേഷം ഇതാ ഈ ഒരു പീസ് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ചുറ്റി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കാം. ഇതാണ് സ്റ്റെം പോർഷൻ വരുന്നത്. അപ്പോൾ ഇത് ബാലൻസ് വന്നൊരു പീസാണ്. ഇതിൻ്റെ ഷീറ്റൊക്കെ ഇങ്ങനെ ചുരുണ്ടെടുക്കുന്നത് ഞാൻ വേറൊരു ബൊക്കെ ട്യൂട്ടോറിയൽ വീഡിയോ കാണിച്ച ഷീറ്റ് തന്നെയാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് നമ്മൾ നല്ല ഷീറ്റ് വെച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ. കസ്റ്റമറിന് കൊടുക്കുമ്പോൾ ഇതിൻ്റെ പോലെ വീണ്ടും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറൊന്നുമില്ല. ഞാനിങ്ങനെ ട്യൂട്ടോറിയൽ വീഡിയോ കാണിക്കാൻ വേണ്ടി മാത്രമാണ് അങ്ങനെ ചെയ്യുന്നത്. ഞാൻ കസ്റ്റമേഴ്സിന് കൊടുക്കുമ്പോൾ നല്ല അടിപൊളി ഷീറ്റ് വെച്ചിട്ട് തന്നെയാണ് കൊടുക്കാറ്. ഇത് ഇങ്ങനെ ചുറ്റിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ സ്റ്റെമ്മിൻ്റെ ഹൈറ്റിൽ ഇത് വെച്ചിട്ട് ഇത്രയും വെച്ചിട്ട് ഇവിടെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നെക്സ്റ്റ് ഈ ഒരു ഭാഗം എടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇത് ഇവിടെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെയൊക്കെ ഡബിൾ ടാപ്പ് ട്രാൻസ്പെറൻറ്റ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ കൊടുത്താൽ മതി. എൻ്റെ കയ്യിൽ ഇപ്പം അതില്ലാത്തത് കൊണ്ടാണ്. ഇനി നമുക്ക് ബൊക്കേൻ്റെ ഒന്നും കൂടി ഒരു മൊഞ്ച് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് നെറ്റ് ഒന്ന് കെട്ടിക്കൊടുക്കുക, അല്ല റിബൺ ഒന്ന് കെട്ടിക്കൊടുക്കാം. റിബൺ കൂടി വരുമ്പോഴാണ് ബൊക്കെ കംപ്ലീറ്റ് ഫീല് കിട്ടുക. അപ്പോൾ റിബൺ നമുക്ക് ഇഷ്ടപ്പെട്ട പോലെ കെട്ടിക്കൊടുക്കാം. ഞാൻ നോർമലി ഒരു ബട്ടർഫ്ലൈ കെട്ടാണ് അധികവും കെട്ടാറുള്ളത്. റിബണൊക്കെ ഡിഫറെൻറ്റ് കൈൻഡ്സ് അവൈലബിൾ ആണ്. ഞാനിപ്പോൾ അത് കുറച്ച് പ്രീമിയം റിബണാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. കാരണം മണി വെച്ചിട്ടുള്ളൊക്കെ ബൊക്കല്ലേ, കുറച്ച് പ്രീമിയം ആയിക്കോട്ടെ എന്ന് കരുതി. അപ്പോൾ നമ്മൾ പ്രീമിയം മണി ബൊക്കെ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ആ ഗോൾഡൻ കളർ ലീഫ് വല്ലാണ്ട് സെക്യൂർ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാ ഓക്കേ ലായ് കം ലായ് വരുന്നുണ്ട്. ഹായ് പറ. അപ്പോൾ ട്രൗസർ ഇടാതെ എണ്ണത്താണ് ഞാൻ ഇവിടെ നിന്ന് പൊട്ടി പൊഴിച്ചിക്കണേ. അപ്പോൾ ഇതാ നമ്മുടെ നമ്മുടെ മണി ബൊക്കെ ഇവിടെ റെഡിയാണ്. അപ്പോൾ ഇതിൻ്റെ ഫോൾഡിങ് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഫോൾഡിങ് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, എന്നാൽ ലൈവ് ഒന്ന് പിടിച്ചു. ഹായ് പറയും. ഹായ്. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ എന്ത് ബൊക്കെ വേണ്ടെന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഇനി ബൊക്കെ അല്ല,
ഇനി നമുക്ക് ഫോട്ടോ ഫ്രെയിമൊക്കെ ചെയ്യണ്ടേ, ഫോട്ടോ ഫ്രെയിമൊക്കെ എങ്ങനെ ചെയ്യാമെന്ന് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ചെയ്യണ്ടേ. അപ്പോൾ ഈ വീഡിയോസൊക്കെ നമുക്ക് പുറത്ത് പോയി ജോബൊന്നും ചെയ്യാൻ പറ്റാത്ത ലേഡീസിനും എന്തെങ്കിലുമൊക്കെ സ്വന്തമായിട്ട് സ്റ്റാർട്ട് ചെയ്യണമെന്നില്ല ലേഡീസിനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഇനി വീഡിയോ നീട്ടാൻ പറ്റില്ല എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലായില്ലേ. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്. ഒരു ബായ് കൊടുക്ക്, ഒരു ടാറ്റ കൊടുക്കലായി. ടാറ്റ. ഓക്കെ. അവ കൊടുക്ക്, അവ കൊടുക്ക്, അവ കൊടുക്കലായി. അവ പറയ് ലായി, അവ പറയ്.